ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ സ്കിൻ കെയറിൽ ബിഗിനേഴ്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നോക്കുക. കാരണം ഒരുപാട് പേരായി ഇപ്പം എൻ്റെ കമന്റ് സെക്ഷനിലൊക്കെ വന്നിട്ട് ഓരോ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ റിപ്ലൈ കൊടുക്കാൻ പറ്റണില്ല. അത് തന്നെയല്ല, ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാലും ചിലതൊക്കെ എനിക്ക് പറ്റാറില്ല. അപ്പോൾ എൻ്റെ മൈൻഡിലാണെങ്കിൽ ഒരു സംഭവം കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആ ഒരാൾക്കായിട്ട് പറഞ്ഞു കൊടുക്കാൻ നല്ലത് എല്ലാവർക്കും കൂടി പറഞ്ഞിറങ്ങി ഒരുപാട് പേര് ഈ സെയിം ഡൗട്ടും കാര്യങ്ങളായിട്ട് വെച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ എന്തായാലും നല്ലപോലെ യൂസ്ഫുൾ ആവും. അപ്പോൾ നിങ്ങൾ എന്തായാലും കംപ്ലീറ്റ് കാണാൻ നോക്കുക. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്ത് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സംഭവത്തിൽ ബോയ്സ് ഗേൾസ് അങ്ങനെ ഒന്നുമില്ല. ഇതെല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ചിലർക്ക് ഒരു ധാരണ ഉണ്ട് ഇത് ഗേൾസിന് വേണ്ടി മാത്രമുള്ളൊരു സംഭവമാണെന്ന്. അങ്ങനെ ഒന്നും ഇല്ല. ബോയ്സിനും ഗേൾസിനും ഒരുപോലെ തന്നെ ചെയ്യാവുന്ന ഒരു സംഭവമാണ് സ്കിൻ കെയർ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അതായത് ഈ സ്കിൻ കെയറിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഇപ്പോൾ നോർമൽ സ്കിൻ ആണോ, ഓയിലി സ്കിൻ ആണോ, ഡ്രൈ സ്കിൻ ആണോ എന്നൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്കിൻ ടൈപ്പും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോൾ ഒരാൾ യൂസ് ചെയ്യുന്ന സംഭവം നമുക്ക് സെറ്റ് ആവണമെന്ന് ഒരു ഇതുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അയാളുടെ സ്കിൻ ടൈപ്പും നമ്മുടെ സ്കിൻ ടൈപ്പും വേറെ ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ സ്യൂട്ട് ആവില്ല. അപ്പോൾ അത് ഫസ്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പകുതി തലവേദന കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ ഞാൻ എന്തായാലും സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ എന്താണ് ഈ ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ എന്ന് നമുക്ക് നോക്കാം. ഈ ബേസിക് സ്കിൻ കെയർ റൂട്ടീനിൽ 4 സ്റ്റെപ്സ് ആണ് വരുന്നത്. അതിനെ നമുക്ക് CTMS എന്ന് പറയാം. ഇത് നമ്മൾ എന്തായാലും ഈ 4 സ്റ്റെപ്പും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കണം. അതിൽ ഒരു ഇതുമില്ല. ഇപ്പോൾ ബോയ്സ് ആയിക്കോട്ടെ ഗേൾസ് ആയിക്കോട്ടെ ആരായാലും എന്തായാലും ചെയ്തിരിക്കണം. എല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ പറയുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നും, പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന 4 സ്റ്റെപ്സാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോണത്. അപ്പൊ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലെൻസർ ആണ്. നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ജെന്റിൽ ക്ലെൻസർ യൂസ് ചെയ്യാൻ നോക്കുക. അതാണ് ഏറ്റവും ബിഗിനേഴ്സിന് നല്ലത്. അപ്പോൾ ഞാൻ എന്തായാലും 2-3 ബ്രാൻഡ്സ് പറഞ്ഞുതരാം. ഇപ്പോൾ സിംപ്ലിന്റെ ഉണ്ട്, സെറ്റാഫിലിന്റെ ഉണ്ട്, ഡോട്ട് ആൻഡ് കീ, അങ്ങനെയുള്ള കുറച്ച് ബ്രാൻഡ്സ് ഞാൻ എന്തായാലും സൈഡിൽ മെൻഷൻ ചെയ്തേക്കാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ബിഗിനേഴ്സിന് കണ്ണും പൂട്ടി യൂസ് ചെയ്യാവുന്ന ബ്രാൻഡ്സ് ആണ്. അപ്പോൾ ഇവരുടെ ക്ലെൻസർ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് ടോണർ ആണ്. നമ്മൾ ഈ ടോണർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. എനിക്കും മുമ്പ് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കിന്നിന്റെ pH ലെവല് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ടോണർ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ഈ ക്ലെൻസർ ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ pH ലെവല് ഒന്ന് വേരിയേഷൻ വരും. അപ്പൊ അതൊന്ന് നോർമൽ ലെവലിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടോണർ യൂസ് ചെയ്യുന്നത്. ഒരുപാട് ടൈപ്പ് ടോണേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതിൽ ഏതാണ് യൂസ് ചെയ്യണമെന്ന് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതിനെ അവർ ഓരോന്നായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ആക്നിനുള്ളൊരു ആക്നെ കൺട്രോൾ ടോണർ ഉണ്ട്, പിന്നെ ഹൈഡ്രേറ്റിംഗ് ടോണർ ഉണ്ട്, അതുപോലെ തന്നെ ഓയിൽ കൺട്രോൾ ടോണർ ഉണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്പിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെന്ന് പറഞ്ഞാൽ, ഇതൊന്നും യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ റോസ് വാട്ടറാണ്. ഞാനിപ്പോഴും അതിനെ യൂസ് ചെയ്യുന്നത്. റോസ് വാട്ടറാണ് ഏറ്റവും അടിപൊളി ടോണർ. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഭയങ്കര ബ്രാൻഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് പൈസയാണ് എനിക്ക് അതിൽ വലിയ താല്പര്യമില്ല. എനിക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ റോസ് വാട്ടർ തന്നെയാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വരെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസർ ആണ്. മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ ഒരു കീ ഇൻഗ്രീഡിയൻ്റ് എന്ന് തന്നെ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ, ഞാനായാലും പണ്ട് ഇങ്ങനെ കരുതിരെന്ന് പറഞ്ഞാൽ പുറത്ത് പോകുമ്പോൾ മാത്രം മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ അതുപോലെ തന്നെ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ കഴുകി കളയണം, അങ്ങനെയൊക്കെ ഞാൻ കരുതിരുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് കമന്റ്സിലും വന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഞാനും പണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ ചിന്തിച്ചിരുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഓരോ സംഭവങ്ങൾ യൂസ് ചെയ്തും ഇങ്ങനെ പഴകിയൊക്കെ വരുമ്പോഴാണ് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അപ്പൊ നിങ്ങളുടെ സ്കിൻ ഓയിൽ ആയിക്കോട്ടെ, നോർമൽ ആയിക്കോട്ടെ, ഡ്രൈ ആയിക്കോട്ടെ, എന്തൊക്കെ തന്നെ ആയാലും നിങ്ങൾ മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് ആയിരിക്കും, ഏത് മോയ്സ്ചറൈസർ ആണ് നല്ലത്, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യണമെന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഡൗട്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡ് വെക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ സ്കിൻ ഇപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ നോക്കുക. അതല്ല നിങ്ങളുടെ സ്കിൻ ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നൊക്കെ. ഇനി നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ജെൽ ബേസ്ഡ് തന്നെ യൂസ് ചെയ്യുക. അതല്ല ഇനി നോർമൽ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഏതൊക്കെ ബ്രാൻഡ്സിന്റെ മോയ്സ്ചറൈസർ ആണ് നല്ലതെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് തന്നെ സെറ്റാഫിൽ പറയുള്ളൂ. കാരണം എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ബ്രാൻഡാണത്. അപ്പോൾ അവരുടെ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ബിഗിനേഴ്സിന്റെ ഒക്കെ കണ്ണും പൂട്ടി അടിപൊളിയായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. പിന്നെ വരുന്നത് ഡോട്ട് ആൻഡ് കീ, അതുപോലെ തന്നെ അക്വലോജിക്ക, ഇവരുടെയൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ നോക്കി വാങ്ങുക. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്, എന്നാൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണിത്. അതായത് സൺസ്ക്രീൻ നമ്മൾ എന്തായാലും സ്കിൻ കെയറിന് ഒഴിവാക്കാനേ പാടില്ല. കാരണം അത് ഞാൻ പ്രത്യേകിച്ചെടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നണില്ല.
അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒഴിവാക്കാനുണ്ടെങ്കിൽ എന്തായാലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ നോക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വെയിലും കാര്യങ്ങളൊക്കെ അതുപോലെയാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ പറയാനേ ഇല്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാനേ പാടില്ല. ഇപ്പൊ മിക്കവരും ഒരു ധാരണയ്ക്ക് സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യണം ജസ്റ്റ് സൺ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമാണെന്ന്. ഒരിക്കലുമല്ല. സൺസ്ക്രീൻ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ ഇവൻ ടോൺ ആക്കാൻ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ഡാർക്ക് സ്പോട്ട് കാര്യങ്ങളൊക്കെ കളയാനായിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും സൺസ്ക്രീൻ. അപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് മൈൻഡിൽ വെക്കുക. ഇനി നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും മൈൻഡിൽ വെക്കേണ്ട വേറെ 2 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മിനിമം നമ്മൾ 30 SPF യൂസ് ചെയ്യാൻ നോക്കുക. അതായത് ഇപ്പൊ വീട്ടിലൊക്കെ നിൽക്കണമെങ്കിൽ നമ്മൾ 30 യൂസ് ചെയ്യുക. പുറത്തോട്ട് പോകണമെങ്കിൽ എന്തായാലും SPF 50 യൂസ് ചെയ്യണം. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ PA+++ ഉള്ള സൺസ്ക്രീൻ എന്തായാലും നമ്മൾ യൂസ് ചെയ്യണം. ഈ PA++ എന്താണ് ഈ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എത്രത്തോളം നമ്മളെ സണ്ണിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള ആ ഒരു ലെവൽ കാണിക്കാനായിട്ടാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ PA++ എങ്കിലും ഉള്ളത് നിങ്ങൾ നോക്കി വാങ്ങിക്കുക. അപ്പോൾ ഈ സൺസ്ക്രീനിന്റെ ഏറ്റവും നല്ല ബ്രാൻഡ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഫോക്സ് ടെയിൽ, അതുപോലെ തന്നെ പ്ലമ്മിന്റെ നല്ലതാണ്, ഡോക്ടർ ഷെറ്റ്സിന്റെ നല്ലതാണ്, അതുപോലെ തന്നെ അക്വലോജിക്ക, ഇതിന്റെ ഒക്കെ നമുക്ക് ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രാൻഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിൽ ഏതെങ്കിലുമൊക്കെ നോക്കി യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക. കാരണം അത്രയും നമ്മുടെ സ്കിൻ കെയറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണത്. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു 4 സ്റ്റെപ്സ് നിങ്ങൾ എന്തായാലും ചെയ്യുക. നിങ്ങളത് ചെയ്ത് വരുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസും കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. കാരണം ഞാനൊക്കെ ആയപ്പോലും ആദ്യമൊക്കെ ഇങ്ങനെ വലിയ കാര്യമാക്കിയിരുന്നില്ല, പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോഴേ നമ്മുടെ സ്കിന്നിന് വല്ല ചേഞ്ച് നമുക്ക് മനസ്സിലാവും. ഇതിലും എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ. ഞാൻ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരാനായിരിക്കും. എനിക്ക് പറ്റണേനൊക്കെ ഞാൻ റിപ്ലൈ തരാറുണ്ട്. അപ്പോൾ അത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.